കാനൻ രാജേന്ദ്രൻ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ മനസ്സിൽ ഒരു കനലിരിയുന്ന ഓർമ്മയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരിക്കുന്ന ചെറിയ കാലത്താണ് കാനത്തെ ആദ്യം പരിചയപ്പെടുത്തുന്നത്. ആഴത്തിലുള്ള ധാരണ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ സംശയലേശമന്യേ അഭിപ്രായ പ്രകടനം നടത്താനുള്ള ഒരു പ്രത്യയശാസ്ത്ര ദൃഢത, ഇതിനേക്കാളെല്ലാം ഉപരിയായി എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി പ്രവർത്തകന് അവൻ്റെ നേതാവായി ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിയുക, ആ വിധത്തിൽ മനസ്സിൽ ആഴത്തിൽ സംസാരിക്കുന്ന ആരുടെ മനസ്സിലും ആഴത്തിൽ അത്തരത്തിലുള്ള വ്യക്തിബന്ധം ഉറപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലാണ് എപ്പോഴും കാനം അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കാനൻ രാജേന്ദ്രൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സമുജ്വലങ്ങളായിട്ടുള്ള അറിവുകൾ മാത്രം വെച്ചാണ് അദ്ദേഹത്തെ ആദ്യം കാണുന്നത്. ഇത്രയേറെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ അവസരം കിട്ടിയ ഒരു നേതാവ് ആ കാലത്തുണ്ടായിരിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെല്ലാം PC ജോഷി മുതൽ വലിയ ചെറിയ പ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച അനുഭവങ്ങളുണ്ടെങ്കിലും കാനം കേരളത്തിൽ ഏറ്റവും ഉന്നത ശീർഷരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളോടൊപ്പം ഏറ്റവും ചെറിയ പ്രായത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ AIVFൻ്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഒക്കെ ഇരുന്നതിൻ്റെ വലിയ അറിവുകൾ ആളുകൾ വാമൊഴിയായിട്ടും വായനാനുഭവങ്ങളിൽ നിന്നും മാത്രം കേട്ടിട്ടുള്ള ഒരാളെ നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആരാധന ഇപ്പോഴും മനസ്സിലിങ്ങനെ ആ ഓർമ്മകൾ ഇങ്ങനെ തികച്ചു നിൽക്കുകയാണ്. ഇന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അന്നത്തെ ഒരു കരുത്തും ആവേശവും ഇച്ഛാശക്തിയും ഏതു കാര്യത്തിലും ദൃഢതയോടെ പറയാനുള്ള അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും ആരാധന മൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും സ്നേഹപൂർവ്വം തൻ്റെ അണിയാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പ്രസരിപ്പ് കാനൻ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. അത് ഒരുപാട് തവണ ഞങ്ങളുടെ മനസ്സുകളിൽ ആവേശം വിതർന്ന ഓർമ്മകളായിരുന്നു. പ്രത്യേകിച്ച് സമരമുഹൂർത്തങ്ങളിലൊക്കെ അതിനെ അഭിസംബോധന ചെയ്യാൻ എത്തിച്ചേരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മറ്റാരേക്കാൾ കൂടുതൽ കരുത്തോടെ ഞങ്ങൾ ആവേശം കൊള്ളിച്ചിരുന്നു. ഏതു വലിയ സമരത്തിനും വാക്കുകൾ കൊണ്ട് ഞങ്ങളെ പ്രാപ്തരാക്കിയിരുന്നു. അതുതന്നെയാണ് കാനത്തിനോട് തോന്നിയ ഏറ്റവും കടുത്ത ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരിക്കുന്ന കാലത്താണ് കാനവുമായി അടുത്ത ബന്ധം ആരംഭിക്കുന്നത്. അദ്ദേഹം ആ ഘട്ടത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി പ്രവർത്തിക്കുന്ന സമയമാണ്. ഞാൻ AISFൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുതൽ വളരെ അടുത്ത ആത്മബന്ധം അദ്ദേഹവുമായി സൂക്ഷിക്കാനിടവന്നു. പല കാര്യങ്ങളിലും വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാക്കി. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ദൃഢതയോടൊപ്പം തന്നെ പ്രാക്ടിക്കലായി എങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിനകത്ത് പ്രവർത്തിക്കണം എന്നെപ്പോഴും കാനം നമ്മളെ ഓർമ്മിപ്പിച്ചു. യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തകനായിരിക്കുമ്പോഴും കടുത്ത പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ആദ്യം വിളിക്കാവുന്ന ഒരു പേരായി കാനൻ രാജേന്ദ്രൻ എക്കാലത്തും ഉണ്ടായിരുന്നു. ഓരോ ചോദ്യങ്ങൾക്കും ഏതെങ്കിലും വിധത്തിലുള്ളൊരു സംശയത്തിൻ്റെ ഘട്ടത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ച് നിൽക്കുമായിരുന്നില്ല. ഏറ്റവും ആധികാരികമായി അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. ഞാൻ മന്ത്രിയായിരിക്കുന്നത് വരെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്ന കാലം മുതൽ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്, പല വിധത്തിലുള്ള ആശയ ധാരണകൾക്ക് വേണ്ടിയാണ് കാനത്തെ സമീപിച്ചതെങ്കിൽ എല്ലാത്തിനെയും അത്ഭുതപ്പെടുത്തുന്ന മറുപടിയാണ് അദ്ദേഹം ഓരോ ഘട്ടത്തിലും പ്രദർശിപ്പിച്ചിരുന്നത്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ പലപ്പോഴും എന്നെ അദ്ദേഹം അത്ഭുതപ്പെടുത്തും. കാരണം ഏതെങ്കിലും വിധത്തിൽ ഭരണതലത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് സംസാരിച്ചാൽ ഒരു തവണ പോലും മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടില്ലാത്ത കാനൻ രാജേന്ദ്രൻ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഏറ്റവും ആഴത്തിലുള്ള മറുപടി നമ്മുടെ മുമ്പിൽ സംജാതമാക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരാൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം വളരെ ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക. തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. കാനൻ രാജേന്ദ്രൻ പലപ്പോഴും തീരുമാനമെടുക്കാൻ പലവിധ ആലോചനകൾ നടത്തുമായിരിക്കും. പക്ഷെ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ വളരെ ഒടിയുറച്ചു നിൽക്കും എന്ന് മാത്രമല്ല, ആ തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ആഴത്തിലും ദൃഢവുമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് കാനൻ രാജേന്ദ്രനിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. ഒരു നേതാവ് എങ്ങനെയായിരിക്കണം? ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുക മാത്രമല്ല, ആ നിർദ്ദേശം എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ മനസ്സിലടിയുറപ്പിച്ച് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ചില ക്രൈറ്റീരിയകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. ആ ക്രൈറ്റീരിയകൾക്കനുസരിച്ച് പോകണം എന്ന് അദ്ദേഹം നിർബന്ധം അക്കാര്യത്തിലുണ്ടാകും. പാർട്ടിയുടെ തന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പല വിധത്തിൽ ഇരു പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള വായന പലപ്പോഴും ആ പ്രതിസന്ധിയെ മറികടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക്ഷം
ശരിയുടെ ഭാഗത്താണെന്ന് ബോധ്യപ്പെടുത്താൻ സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് കൂടി സാധാരണ നിലയിൽ നമുക്ക് വലിയ അനുഭവമാണ്. ഞാൻ പറഞ്ഞത് പ്രായോഗികമായ ധാരണയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ചിലപ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആഴത്തിലുള്ള ബോധമോ അറിവോ ഉണ്ടാകാറില്ല. ഇത് രണ്ടും ഒരുപോലെ സമന്വയിപ്പിച്ച് നല്ല വിധത്തിലുള്ള പ്രത്യയശാസ്ത്ര ധാരണയും അതോടൊപ്പം എങ്ങനെ പ്രാക്ടിക്കലായി അതിനെ നടപ്പിലാക്കണമെന്ന ഉറച്ച ധാരണയും അടിയുറച്ച് കൂടിച്ചേർന്നപ്പോഴാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഏതു കാര്യത്തിലും ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു നേതാവായി അദ്ദേഹം മാറിയത് എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം കടലോളം സ്നേഹം സുഹൃത്തുക്കൾക്ക് വാരി തന്നിട്ടുള്ള ഒരാളായിരുന്നു. ഞങ്ങളൊക്കെ ഒരു പിതൃതുല്യമായിട്ടുള്ള സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ അടുപ്പത്തോടെ കണ്ടിരുന്ന ഒരാളാണ്. വ്യക്തിപരമായും ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രതിസന്ധിയിൽ പോലും അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. സഖാക്കളോട് എങ്ങനെയാണ് ഒരു സഖാവ് ഇടപെടേണ്ടത് എന്ന് അദ്ദേഹം എപ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. യാത്രകളിൽ, സംസാരത്തിൽ, സമ്മേളനങ്ങൾക്കിടയിൽ ആഴത്തിൽ വായിക്കും, നല്ലതുപോലെ ആളുകളെ കേൾക്കും. കാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തൻ്റെ മുമ്പിൽ ഒരു പരാതിയുമായോ ഒരു പ്രശ്നവുമായോ ഒരു സംശയവുമായോ എത്തിച്ചേരുന്ന ഒരാളോട് തിരക്കിൽ കേട്ടുപോകലല്ല, അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ പൂർണ്ണമായി കേൾക്കും. കേട്ടതിന് ശേഷം ഒരു തീരുമാനം പറയും. വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിൽ ആ വിധത്തിൽ അഭിപ്രായം കേൾക്കാനും ദിശയിലൂടെ കടന്നു പോകുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തി വഴി കാണിച്ചു തരാനുമൊക്കെ വലിയ ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കേവലം രണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിലുള്ള ബന്ധമായിരുന്നില്ല, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയുള്ള അടുത്ത ബന്ധം അദ്ദേഹത്തിനോട് എല്ലാ ഘട്ടത്തിലും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. 8-ാം തീയതി കാനത്തിൻ്റെ ദിനമായി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്ന അവസാനത്തെ ചിത്രം 7-ാം തീയതി രാത്രി 10:30 മണി വരെ ആശുപത്രി കിടക്കയിൽ മന്ത്രിമാരായിട്ടുള്ള പി പ്രസാദിനോടും GR അനിലിനോടും കൂട്ടത്തിൽ ഏതാണ്ട് 1 മണിക്കൂറിലേറെ സംസാരിച്ച കാര്യങ്ങളാണ്. പാർട്ടിയുടെ ഇനിയുള്ള മുന്നോട്ട് പോക്കിൻ്റെ എല്ലാ ഘട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു. ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴും CK ചന്ദ്രപ്പൻ്റെ സ്മാരകത്തിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാകണം, MN സ്മാരകത്തിൻ്റെ പുതുക്കിപ്പണിയിൽ ഏത് ഘട്ടത്തിൽ എങ്ങനെ കൊണ്ടുപോകണം, അച്യുതമേനോൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് ചുറ്റും ഒരുക്കേണ്ട അതിൻ്റെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പോലുമുള്ള ധാരണ 7-ാം തീയതി വൈകുന്നേരം ഞങ്ങളോട് വിശദീകരിക്കുകയാണ്. റവന്യൂ വകുപ്പിലും സിവിൽ സപ്ലൈസ് വകുപ്പിലും കൃഷി വകുപ്പിലും ഒക്കെ നടത്തേണ്ട പുതിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയാണ്. തീർച്ചയായും ജീവിതത്തെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, അതിൻ്റെ സഖാക്കളെ ഇത്രമേൽ സ്നേഹിക്കുകയും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനുഷ്യ സ്നേഹമുള്ളവനാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് എല്ലാ കാലത്തും കാനം എന്ന മഹാപ്രതിഭയിൽ നിന്ന് നമുക്കുണ്ടായത്. കടലാഴത്തോളം സ്നേഹം ചുറ്റുമുള്ള മനുഷ്യർക്കെല്ലാം പങ്കുവയ്ക്കുകയും വ്യക്തിപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നോക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ഏതു പ്രശ്നത്തിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരിക്കുന്ന കാലത്തുയർത്തിപ്പിടിച്ച കരുത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളത് അവസാനം വരെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിരുന്നു. മുഷിപ്പ് അദ്ദേഹത്തിന് ഉണ്ടാകില്ല. പാർട്ടി ആഫീസിൽ നിന്ന് 9 മണിക്കും 9:30ക്കും ഒക്കെ MN സ്മാരകത്തിൻ്റെ ദീർഘമായ ചർച്ചകൾക്ക് ശേഷം പടിയിറങ്ങി വരുമ്പോൾ അവിടെ 4 ആൾ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും സഖാവിനി പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ആ 4 ആളെ കൂടി കേട്ടിട്ടേ പോകൂ എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ കാനം പറയാറുള്ളൊരു കാര്യം, നമ്മളെ കാണാൻ വരുന്ന സഖാക്കൾ ഒരിക്കലും നിരാശരാകരുത്. നമ്മളിൽ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു പാർട്ടിയാണ്, നമ്മൾ വ്യക്തികളല്ല, നമ്മൾ പാർട്ടിയുടെ മുഖമാണ്. അതുകൊണ്ട് കേൾക്കാൻ, നമ്മളോട് പറയാൻ കാത്തു നിൽക്കുന്ന അവസാനത്തെ ആളെയും അയാൾക്ക് പറഞ്ഞു തീരും വരെ കേൾക്കാനുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം. അതാണ് രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്നാണ്. എല്ലാ ഘട്ടത്തിലും ഞങ്ങൾക്കൊക്കെ അത് വലിയ മാതൃകയും പ്രചോദനവുമായിരുന്നു. കാനം ഒരു വിഷയത്തെക്കുറിച്ച് എന്ത് നിലപാടാണ് എടുക്കുക എന്ന് നേരത്തെ കൂട്ടി നമുക്ക് നിശ്ചയിക്കാനേ സാധ്യമല്ല. കാരണം ആ പ്രശ്നത്തെ ഏറ്റവും ആഴത്തിൽ കാനം സമീപിക്കും. അതിന് ഒരു മുന്നണി ബന്ധമോ അതിനകത്തുണ്ടാകുന്ന പ്രശ്നമോ അദ്ദേഹം ആ വിധത്തിലല്ല കണക്ക് കൂട്ടുക. ഞാൻ ഓർക്കുകയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ ഉള്ളപ്പോൾ തന്നെ ആ മുന്നണി ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളെ തിരുത്താൻ വേണ്ടി അദ്ദേഹം ഉയർത്തിയ എല്ലാ മുദ്രാവാക്യങ്ങളും അതിൻ്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും കാനം പറഞ്ഞതായിരുന്നു ശരി എന്ന് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഓരോ പ്രശ്നത്തിലും അത്രമേൽ താഴത്തുപോയി ചിന്തിച്ച്
അതിലെടുക്കുന്ന തീരുമാനം ശരിയാണെന്ന് ബോധ്യപ്പെടുത്തും. അതൊന്നിനു മുമ്പിലും കോംപ്രമൈസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാവോയിസ്റ്റ് ഏറ്റുമുട്ടലടക്കം കേരളത്തിൽ കാനൻ രാജേന്ദ്രൻ നിർണായകമായ ഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന എല്ലാം ഏറ്റവും ആഴത്തിൽ എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചിന്തിക്കണം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭരണത്തിലുള്ള പല പ്രശ്നങ്ങളെ സംബന്ധിച്ചും ചിലപ്പോൾ ശണ്ട കൂടേണ്ട ഘട്ടം വന്നാൽ അങ്ങനെയും ഞങ്ങളോട് അദ്ദേഹം പ്രതികരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ എപ്പോഴുമുള്ള കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റുകാർ സമൂഹത്തിൻ്റെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്, അവരുടെ സുഖദുഃഖങ്ങളെക്കുറിച്ച് അറിയേണ്ടവരാണ്, അവരുടെ ഗുണകരമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് വേണ്ടി നിലപാടുകളും നയങ്ങളും സൂക്ഷിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു വിഭാഗം എണ്ണത്തിൽ ചെറുതാണെന്നുള്ളത് കൊണ്ട് അവരൊഴിവാക്കപ്പെടേണ്ടതല്ല എന്ന് ആഴത്തിൽ നിലപാടുകൾ കൊണ്ട് നമ്മളെ പഠിപ്പിച്ച ഒരാളാണ് കാനൻ രാജേന്ദ്രൻ. എത്ര പേർക്ക് വേണ്ടിയാണ് നാം നിലപാടെടുക്കുന്നത് എന്നല്ല നാം ഓർക്കേണ്ടത്, ആ നിലപാട് ശരിയാണോ എന്നാണ്. അത് വളരെ ആഴത്തിൽ നമ്മളെ പഠിപ്പിക്കുകയും ഉയർത്തിപ്പിടിച്ച നിലപാടുകളിൽ ഏറ്റവും ആധികാരികമായിട്ടാണത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും എടുത്ത തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുകയും അപ്പോൾ ഒരാളോട്, ഒരു പ്രസ്ഥാനത്തിനോട്, ഒരു ഘടകത്തിനോട് എന്തെങ്കിലും ആഹ്വാനം ചെയ്താൽ അവസാന ഘട്ടം വരെ അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വ പാഠവും പലപ്പോഴും കാനൻ രാജേന്ദ്രൻ തെളിയിച്ചിട്ടുണ്ട്. കർക്കശമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സംഘടനാ പ്രവർത്തകൻ ഒരുപക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ സഖാക്കളുടെ പ്രശ്നത്തിൽ വളരെ ദുർബലനായി പോകും. ഒരു പ്രിയപ്പെട്ട സഖാവ് ഏതെങ്കിലും ഒരു അസുഖത്തെ ബാധിക്കുന്നു എന്ന് കേട്ടാൽ, ഏതെങ്കിലും ഒരു പ്രശ്നത്തെ നേരിടുന്നു എന്ന് കേട്ടാൽ എങ്ങനെയും അയാളെ രക്ഷിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധിയോടെ കാനൻ രാജേന്ദ്രൻ നിലനിൽക്കും. ആശുപത്രി കിടക്കയിൽ കഠിനമായ രോഗപീഡനങ്ങൾക്ക് വിധേയമായി നിൽക്കുമ്പോഴും ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ MN സ്മാരകത്തിൻ്റെ കളക്ഷൻ ഏതുവരെ പോയി എന്ന് കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ചോദിക്കാൻ ഒരാൾ ധൈര്യപ്പെടുന്നത് അയാൾക്കകത്ത് സംജാതമായിട്ടുള്ള സംഘടനാബോധമാണ്. വളരെ കഠിനമായിട്ടുള്ള അവസ്ഥകളിലൂടെ രോഗഘട്ടത്തിൽ ചെറിയ കാലത്തിനുള്ളിൽ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. പക്ഷേ എപ്പോൾ കണ്ടാലും പ്രസരിപ്പോടെ ചോദിക്കുന്നതും പറയുന്നതും ഭരണത്തിലെങ്ങനെ മുന്നോട്ട് പോകണം, രാഷ്ട്രീയത്തിലെങ്ങനെ നാം നിലപാടുകൾ എടുക്കണം, പാർട്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ കാര്യത്തിലായിരുന്നു. സത്യസന്ധത ഇനി വരുന്ന തലമുറയ്ക്ക് ഒരുപക്ഷെ ഒരു പാഠപുസ്തകം പോലെ അനുഭവിച്ചറിയേണ്ടതാണ് കാനൻ രാജേന്ദ്രൻ്റെ ജീവിതകാലത്തിൻ്റെ ചരിത്രം. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കരുത്ത്, ആശയദൃഢത, ആളുകളോടുള്ള പെരുമാറ്റം, ആഴത്തിൽ മനസ്സിൽ വേരോടിയിട്ടുള്ള മാനവികത, സഖാക്കളോടുള്ള ഒരു സഹജീവി ബന്ധം, പ്രസ്ഥാനമെടുക്കുന്ന നിലപാടുകളിൽ എങ്ങനെ സംഘടനാ പ്രവർത്തനം കൃത്യമായി മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണ. കാനൻ രാജേന്ദ്രനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്രയും വിപുലമാണ് ഓർമ്മകൾ. ഇത്രമാത്രം വായിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സഖാവ് കാനൻ രാജേന്ദ്രൻ. പലപ്പോഴും പല പുസ്തകങ്ങളും ആർത്തിയോടെ വാങ്ങുകയും ആർത്തിയോടെ വായിക്കുകയും ചർച്ചകളിൽ മിതത്വത്തോടെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. പ്രത്യയശാസ്ത്രപരമായ സംഭവങ്ങളോടും ചരിത്രത്തോടും കൃത്യമായി നീതി പുലർത്തുകയും അതിനെക്കുറിച്ച് അടിയുറച്ച ധാരണ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. ഇങ്ങനെ പല വിധത്തിലുള്ള ഓർമ്മകൾ അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. ഒരു 8 കൂടി എത്തിച്ചേരുമ്പോൾ ഒരു വർഷം പൂർത്തിയായി എന്ന് ചിന്തിക്കാനേ കഴിയുന്നില്ല. ഇന്നലെ കണ്ടതുപോലെ ഓർമ്മകൾ തോന്നുന്നു. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഒരു ദിവസം പോലും അദ്ദേഹത്തെ ഓർക്കാതെ പോകാറില്ല. ഓരോ ദിവസവും രാവിലെയും ഒരു വാർത്ത വായിക്കുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സഖാവ് കാനൻ രാജേന്ദ്രൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം ഓർത്തു പോകും. ചൂരൽമലയിലെ വയനാട്ടിലെ കഠിനമായിട്ടുള്ള ദുരന്തത്തിൻ്റെ നടുവിൽപ്പെട്ട് ഓടുമ്പോഴും ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ഘട്ടത്തിൽ വിളിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ടയാൾ കാനൻ രാജേന്ദ്രനായിരുന്നല്ലോ. വ്യക്തിപരമായി എനിക്ക് അനുഭവമുണ്ട്. കഠിനമായിട്ടുള്ള രോഗപീഡനയുടെ നടുവിൽ കിടക്കുമ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഓഫീസിലിരുന്ന് ഭൂപതിവ് നിയമത്തിൻ്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊരു കഠിനമായ പ്രതിസന്ധി മാനസികമായി വന്നപ്പോൾ രാത്രി 11:30 അറിയാതെ എൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് പോയി. ഒരു തവണ റിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, മണി 11:30 കഴിഞ്ഞു, ഇനിയും അദ്ദേഹത്തെ വിളിക്കുന്നത് തെറ്റായിരിക്കും. ഞാനതുകൊണ്ട് ആ ഒറ്റ റിങ്ങിൽ എൻ്റെ കോൾ അവസാനിപ്പിച്ചു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി, 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചു. മാസ്ക് ഒന്ന് മാറ്റിവെക്കാനുള്ള സമയമെടുത്തതാണ്. എന്തുപറ്റി, എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ?
ഏത് പകലും പാതിരാത്രിക്കും ഒരു പ്രതിസന്ധിയുമില്ലാതെ നമുക്ക് വിളിക്കാൻ കഴിയുന്നതും വിളിച്ചാൽ അപ്പുറത്തു നിന്ന് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉറപ്പായൊരു മറുപടി കിട്ടും എന്ന് ഉറപ്പിച്ച് കരുതാവുന്നതുമായിട്ടുള്ള ഒരു ശബ്ദമായിരുന്നു സഖാവ് കാനൻ രാജേന്ദ്രൻ്റേത്. എക്കാലത്തും ഞങ്ങൾക്ക് തന്നിരുന്ന ഒരു പ്രചോദനം ചെറുതായിരുന്നില്ല. ആ പ്രചോദനം ഇല്ല എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പ്രയാസമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയും പാർട്ടി നേതാവിനെയും മാത്രമല്ല നഷ്ടപ്പെട്ടത്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലോടും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനെ, പിതൃതുല്യമായ വാത്സല്യത്തോടെ ഞങ്ങളെല്ലാം കണ്ടിരുന്ന മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരടുത്ത ബന്ധുവിനെയാണ് നഷ്ടപ്പെട്ടത്. പറഞ്ഞാൽ തീരാത്ത വിധം ദുഃഖത്തിൻ്റെ ഒരു സാഗരഗർജനം തന്നെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെയെല്ലാം പരാജയപ്പെടുത്താൻ കഴിയും വിധം, അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയും വിധം ജീവിതകാലത്ത് അദ്ദേഹം സമ്മാനിച്ച കരുത്തുറ്റ ഓർമ്മകൾ ഏത് പ്രതിസന്ധിയെയും മുറിച്ചു കടന്ന് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട്.